അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നതായ നാവാണ്. ദിക്ർ വേണം എപ്പോഴും. നബി തങ്ങൾ ഏറ്റവും വലിയ സൂഫി വര്യൻ, അതിനപ്പുറത്തേക്ക് മറ്റൊരു സൂഫി ഇല്ലല്ലോ. ആ പ്രവാചകർ എപ്പോഴും ദിക്റിലായിരുന്നു, എപ്പോഴും അള്ളാഹുവിനുള്ള ഫിക്റിലായിരുന്നു, എപ്പോഴും റബ്ബുമായി ബന്ധപ്പെട്ട ചിന്തയിലായിരുന്നു. വഖൽബുഹു ലം യനം والعين قد نعست ولا يرى أثر بول منه في علني. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യക്ഷത്തിൽ നമ്മൾ ഉറങ്ങുകയാണെന്ന് തോന്നിയാൽ പോലും, അവിടുത്തെ കണ്ണുകൾ പ്രത്യക്ഷത്തിൽ അടഞ്ഞു കണ്ടാൽ പോലും, അവിടുത്തെ ഹൃദയം ഉറങ്ങാറില്ല കേട്ടോ. ഹൃദയം എപ്പോഴും ചിന്തയിലാണ്, ഫിക്റിലാണ്, അള്ളാഹുവിലേക്ക് ലയിച്ചിട്ടാണ് ഹൃദയമുള്ളത്. കണ്ണ് അടഞ്ഞാണ് കാണുന്നത്, ഉറക്കിലാണെന്നാണ് സ്വഹാബത്ത് പറയുന്നത്, ഭാര്യമാർ പറയുന്നത്. എന്നാലും ഹൃദയം എപ്പോഴും അല്ലാഹുവുമായി ബന്ധിച്ചാൽ ഹബീബുനാ റസൂലുള്ളാഹി എപ്പോഴും ദിക്ർ തന്നെ. വേറൊരു പരിപാടിയിൽ ആവശ്യമില്ലാത്തൊരു പരിപാടിയില്ല. ഒരു ഫനായിക്കും ഫസാദിന് നേതൃത്വം കൊടുക്കാൻ നബിയില്ല. അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം മാത്രം, എപ്പോഴും നാവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊണ്ട്. നമ്മളൊക്കെ എന്തൊക്കെ ഫിത്നകളാണ് പറയുന്നത്. ഈ നാവ് കൊണ്ട് ഇന്ന് വരെ ദിക്ർ ചെല്ലുന്നതിനേക്കാൾ 100 ഇരട്ടി ഫനായുടെയും ഫസാദിന്റെയും കിതാബ് ഓതി കൊടുത്തിട്ടുണ്ട് നമ്മൾ നാട്ടുകാർ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് വന്നുകൊണ്ട് നബി തങ്ങളോട് പറയുകയാണ്, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് നൽകുമോ ഹബീബേ, എനിക്കൊരു ഉപദേശം നൽകുമോ ഹബീബേ. അല്ലാഹുവിന്റെ റസൂൽ ഉടനെ പറയുകയാണ്, ആഖിദം ബിലിസാനിഹി ബിയദിൽ ഐസർ, ഇടത് കൈ കൊണ്ട് നാവിനെ പിടിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു അത്രേ, കുഫഅൻക ഹദാ കുഫഅൻക ഹദാ. ഈ നാവ് കൊണ്ട് ആവശ്യമില്ലാത്ത ഫനായി ഫസാദ് പറയരുത്. നിന്റെ നാവിനെ ശ്രദ്ധിക്കണേ സഹോദര, നാവിനെ കടിഞ്ഞാനിടണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. من كان يؤمن بالله واليوم الآخر فليقل خيرا أو ليصمت. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണോ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവരാണോ, ഖബറിനെ കൊണ്ട് വിശ്വസിക്കുന്നവരാണോ, പരലോകത്തെ കൊണ്ട് വിശ്വാസമുള്ളവരാണോ, ഒന്നില്ലെങ്കിൽ നല്ലത് പറയണേ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കലാണ് ഖൈറെന്ന് നബിയുനാ റസൂലുള്ളാഹി. വാ തുറന്നാൽ നല്ലതേ പറയാവുള്ളൂ, അല്ലെങ്കിൽ ഏറ്റവും നല്ല എന്താ, മിണ്ടാതിരിക്കുക. ഒന്നില്ലെങ്കിൽ നല്ലത് പറയാ, അല്ലാഹു വാ തുറക്കാതിരിക്കുക. അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു ഉമ്മായി മകളും കൂടി അടിയബഹളം ഉണ്ടാക്കുന്നത്. സ്ഥലം ഞാൻ പറയുന്നില്ല, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഒരു വഴിയുടെ വിഷയമാണ്, മദ്രസയുടെ വിഷയമാണ് വഴി എന്നൊക്കെ പറഞ്ഞ് ബഹളം സോഷ്യൽ മീഡിയയിലുണ്ട്. എല്ലാ പത്രമാധ്യമങ്ങളിലും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലും അതിന്റെ വീഡിയോ സഹിതം വന്നു കഴിഞ്ഞു. മകള് പ്രസവിച്ച് കിടക്കാൻ, രണ്ടുപേരും കൂടി ഇറങ്ങിയിട്ട് എന്താ ഇത് ജംറത്തുൽ